കൊല്ലം ചെങ്കോട്ട കോയമ്പത്തൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മീറ്റർ ഗേജ് കാലത്ത് പളനി തീർത്ഥാടകരുടെ പ്രധാന സഞ്ചാര മാർഗമായിരുന്നു കൊല്ലം കോയമ്പത്തൂർ ട്രെയിൻ സർവീസ്. ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത ബ്രോഡ് ഗേജ് ആക്കിയിട്ട് 8 വർഷമായിട്ടും ഈ സർവീസ് ഇതുവരെ തിരികെ വന്നിട്ടില്ല. ഈ അവധിക്കാലത്ത് ഒട്ടേറെ പേരാണ് വിവിധ ജില്ലകളിൽ നിന്ന് പളനിയിലേക്ക് യാത്ര ചെയ്യുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിൽ നിന്ന് പളനിയിലേക്ക് പോകാൻ അമൃത എക്സ്പ്രസ് മാത്രമാണുള്ളത്. അമൃത എക്സ്പ്രസ് കോട്ടയം, എറണാകുളം, പാലക്കാട് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം യാത്രാസമയം വേണ്ടിവരുന്നു. അമൃത എക്സ്പ്രസിൽ ടിക്കറ്റ് കിട്ടാനും ഏറെ ബുദ്ധിമുട്ടാണെന്ന് യാത്രക്കാർ പറയുന്നു. ഈ അവസരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊല്ലം കോയമ്പത്തൂർ എക്സ്പ്രസ് സർവീസ് തിരുവനന്തപുരം നോർത്ത് ഈറോഡ് എക്സ്പ്രസ് സർവീസായി പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കൊല്ലത്ത് നിന്ന് പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി, രാജപാളയം, വിരുദ്നഗർ, മധുര, ഡിണ്ടിഗൽ, പളനി, പൊള്ളാച്ചി വഴിയാണ് കോയമ്പത്തൂരിലെത്തേണ്ടത്. അതിനാൽ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും ഈ സർവീസ് അനുഗ്രഹമാണ്. ഈ ട്രെയിൻ സർവീസ് ആഴ്ചയിൽ ഒരു ദിവസം സ്പെഷ്യൽ സർവീസായി ആരംഭിക്കാവുന്നതേയുള്ളൂ. യാത്രക്കാരുടെ ലഭ്യതയും വരുമാനവും വിലയിരുത്തി തുടർന്ന് റെഗുലർ സർവീസാക്കി മാറ്റാനും സാധിക്കും. പളനി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഉപകാരമാവുകയും തമിഴ്നാടിൻ്റെ വ്യാവസായിക നഗരങ്ങളായ കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് എന്നീ നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി ലഭിക്കുകയും ചെയ്യും. ഈ അവധിക്കാലത്ത് തിരുവനന്തപുരം നോർത്ത് ഈറോഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.